നമസ്കാരം. വിവിധതരം കപ്പികളെ അല്ലെങ്കിൽ പുള്ളികളെ അവയുടെ ഉപയോഗങ്ങൾക്കനുസരിച്ച് എങ്ങനെ തിരിച്ചറിയാമെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒബ്ജക്റ്റീവ്സ്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ: വിവിധ തരം പുള്ളികളെ അവയുടെ ഉപയോഗത്തിനനുസരിച്ച് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. നമുക്ക് പുള്ളികളെക്കുറിച്ച് ചർച്ച ചെയ്യാം. അയവുള്ള ബെൽറ്റ്, കയറ്, ചരട്, കേബിൾ അഥവാ ചങ്ങല എന്നിവ റിമ്മിൽ വഹിക്കുന്ന ഒരു ചക്രമാണ് പുള്ളി. ഊർജത്തിൻ്റെയും ചലനത്തിൻ്റെയും ട്രാൻസ്മിഷന് വേണ്ടി പുള്ളികളെ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ സംയോജിപ്പിച്ചോ ഉപയോഗിക്കാം. ഗ്രൂവ്സ് അഥവാ ചാലുകളുള്ള റിമ്മുകളോട് കൂടിയ പുള്ളികളുടെ പേരാണ് ഷീവ്സ്. ഒരു ബെൽറ്റ് ഡ്രൈവിൽ പുള്ളികളെ അവയുടെ ആക്സുകളിൽ അഥവാ അച്ചുതണ്ടുകളിൽ ഷാഫ്റ്റുകളുമായി ഘടിപ്പിച്ചിരിക്കുന്നു. കൂടാതെ പുള്ളികൾക്ക് മുകളിലൂടെ കടന്നു പോകുന്ന എൻഡ്ലെസ് ബെൽറ്റുകൾ വഴി പവർ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു. പുള്ളിയുടെ ഭാഗങ്ങൾ. 1. ഫേസ്. ഫേസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് പുള്ളിയുടെ റിം ഉൾക്കൊള്ളുന്ന ഏരിയ ആണ്. ഇത് വശങ്ങളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയും മധ്യഭാഗത്ത് ഗണ്യമായി വ്യാപിക്കുകയും ചെയ്യുന്നു. മധ്യത്തിൽ പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഭാഗത്തെയാണ് ക്രൗൺ എന്ന് പറയുന്നത്. ഫേസ് ഒന്നുകിൽ പ്ലെയിൻ ആയിരിക്കും, അല്ലെങ്കിൽ വി ആകൃതിയിൽ, ഇംഗ്ലീഷിലുള്ള വി ആകൃതിയിൽ ഒരു ഗ്രൂവ് അതിൽ കാർവ് ചെയ്തിട്ടും ഉണ്ടാകും. 2. ഇനി ഹബ്ബ്. ഹബ്ബ് ഒരു പുള്ളിയുടെ കേന്ദ്രഭാഗമാണ്. അതിൻ്റെ ഷാഫ്റ്റിൽ ഒരു ബോർ അഥവാ ദ്വാരം ഉണ്ടായിരിക്കും. ഇവ 3 തരത്തിലായിരിക്കും. 1. സോളിഡ് ഹബ്ബ്. 2. സ്ലോട്ടഡ് ഹബ്ബ്. 3. സ്പ്ലിറ്റ് ഹബ്ബ്. 3. ആംസ്. പുള്ളിയുടെ ഫേസിനെയും ഹബ്ബിനെയും ബന്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ് ആംസ്. പുള്ളിയുടെ പർപ്പസിനെയും വ്യാസത്തെയും ആശ്രയിച്ച് ആംസുകളുടെ എണ്ണം വ്യത്യാസപ്പെടുന്നുണ്ട്. അതുണ്ടാക്കാൻ 4, 6, 8 എണ്ണം ഉപയോഗിക്കാം. 4. ബോർ അഥവാ ദ്വാരം. ഹബ്ബിലെ ദ്വാരത്തെയാണ് ബോർ എന്ന് വിളിക്കുന്നത്. ഒരു കീവേ ബോറിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഷാഫ്റ്റിനെയും പുള്ളിയെയും കീ ഉപയോഗിച്ച് ലോക്ക് ചെയ്യാൻ ഇതുമൂലം കഴിയും. വിവിധ തരം പുള്ളികൾ. ഫിക്സഡ് പുള്ളി. ഇത്തരത്തിലുള്ള പുള്ളി സംവിധാനത്തിൽ കയർ അഥവാ റോപ്പ് ഒബ്ജക്റ്റുമായി ഘടിപ്പിച്ചിരിക്കുന്നു. അതുപോലെ പുള്ളി ഒരു നിശ്ചിത സ്ഥലത്ത് ഉറപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഫിക്സഡ് പുള്ളിയുടെ വീലും ആക്സിലും ഫ്ലാറ്റ് ആയിരിക്കണം. ഒരൊറ്റ സ്ഥലത്ത് ഉറപ്പിച്ചിരിക്കുന്ന ഡ്രം കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ ഒരു വശത്തെ കയർ നിങ്ങൾ മുകളിലേക്കും മറ്റേ വശത്തേത് താഴേക്കും വലിക്കുന്നു. ചലിപ്പിക്കാവുന്ന പുള്ളി അഥവാ മൂവബിൾ പുള്ളി. ഇത്തരത്തിലുള്ള പുള്ളിയിൽ കയർ ഒരു നിശ്ചിത പോയിന്റിൽ ഉറപ്പിച്ചിരിക്കുന്നു. കയറിൻ്റെ മറ്റേ അറ്റം സ്വതന്ത്രമായി വിട്ടിരിക്കുന്നു. നിങ്ങൾ മൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റ് പുള്ളിയോട് ബന്ധിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ കയർ വലിക്കുമ്പോൾ പുള്ളി ഒബ്ജക്റ്റിനെ ഉയർത്തുന്നു. സ്റ്റെപ്പ് പുള്ളി. പുള്ളികളുടെ ഒരു ശേഖരം അഥവാ കളക്ഷൻ എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. പുള്ളി ഫേസുകളിൽ നിന്നാണ് സ്റ്റെപ്പ് പുള്ളി സൃഷ്ടിക്കപ്പെടുന്നത്. ഇവിടെ വിവിധ വ്യാസങ്ങളുള്ള പുള്ളികൾ ഒന്നിനു പുറകെ മറ്റൊന്നായി ഉറപ്പിച്ചിരിക്കുന്നു. കോണിപ്പടികളോട് സാമ്യമുള്ളതിനാലാണ് സ്റ്റെപ്പ് പുള്ളിക്ക് ആ പേര് നൽകിയിരിക്കുന്നത്. വി ഗ്രൂവ് പുള്ളി. ഇവിടെ പുള്ളിയുടെ ഫേസിൽ വി ആകൃതി, അതായത് ഇംഗ്ലീഷ് അക്ഷരമായ വി ആകൃതിയുള്ള ഒരു ഗ്രൂവ് കൊത്തിയിട്ടുണ്ട്. ഇത് ഓട്ടോകളിലും ഇലക്ട്രിക് മോട്ടോറുകളിലും ഉപയോഗിക്കപ്പെടുന്നു. ഈ പുള്ളികളോടൊപ്പം വി ആകൃതിയുള്ള പ്രത്യേകതരം ബെൽറ്റ് ഉപയോഗിക്കപ്പെടുന്നു. വിവിധ പുള്ളികളിൽ ഒന്നിലധികം വി ഗ്രൂവുകൾ കട്ട് ചെയ്തിട്ടുണ്ടാകാം. ഇത്തരം പുള്ളികൾ ബുദ്ധിമുട്ടുള്ള ജോലികൾക്കായി പവർ കൈമാറാൻ ഉപയോഗിക്കപ്പെടുന്നു. കോൺ പുള്ളി.
ഇത് കൂർത്തതാണ് അഥവാ പോയിന്റഡ് ആണ്. 2 പുള്ളികൾ ജോഡികളായാണ് ഇവിടെ ഉപയോഗിക്കപ്പെടുന്നത്. 2 പുള്ളികളിൽ ഒരേപോലെയുള്ള ടേപ്പറുകൾ കൊത്തിയിട്ടുണ്ടായിരിക്കും. ഇവ ഘടിപ്പിച്ചിരിക്കുന്നത് എന്തിനാണെന്നോ, ബെൽറ്റ് ചലിക്കുമ്പോൾ നീളം കുറഞ്ഞ അറ്റത്തിന് എതിർവശത്തുള്ളതിൻ്റെ നീളം കൂടിയ അറ്റം കാരണം സ്പീഡ് കൂടാൻ. ഫാസ്റ്റ് ആൻഡ് ലൂസ് പുള്ളി. വേഗത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നതും വേഗത്തിൽ സ്റ്റോപ്പ് ചെയ്യുന്നതുമായ യന്ത്രങ്ങളിലാണ് ഈ പുള്ളികൾ. ഇവ ജോഡികളായി ഒരു കൗണ്ടർ ഷാഫ്റ്റിൽ ഘടിപ്പിച്ചിരിക്കുന്നു. ഓരോന്നിനും 2 ചെറിയ പുള്ളികളുണ്ട്. കൺവെയർ പുള്ളികൾ. ഒരു കൗണ്ടർ ഷാഫ്റ്റോ ഒരു ഇലക്ട്രിക് മോട്ടോറോ ഒരു ഓയിൽ എഞ്ചിനോ പവർ കൊടുക്കാൻ മാത്രമുള്ള മെഷീനുകളുടെ കൗണ്ടർ ഷാഫ്റ്റിൽ പുള്ളിയായി ഇത്തരം പുള്ളികൾ ഉപയോഗിക്കപ്പെടുന്നു. ഫ്ലാറ്റ് ബെൽറ്റിനുള്ള പുള്ളി. ഫ്ലാറ്റ് ബെൽറ്റുകൾക്കുള്ള ഈ പുള്ളികൾ കാസ്റ്റ് അയൺ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതല്ലെങ്കിൽ സോളിഡ് രൂപത്തിലോ സ്പ്ലിറ്റ് രൂപത്തിലോ ഉള്ള ലൈറ്റ് സ്റ്റീലിലും ഇവ നിർമ്മിക്കപ്പെടുന്നു. ഫ്ലാറ്റ് പുള്ളികൾക്ക് അവയുടെ ബെൽറ്റ് ഊരിപ്പോവാതിരിക്കാൻ ക്രൗണ്ട് പ്രതലമുള്ള വിശാലമായ ഒരു റിം ഉണ്ട്. ഹബ്ബ് ശക്തമായ വിധത്തിൽ രൂപകൽപ്പന ചെയ്യപ്പെട്ടിരിക്കുന്നു. കൂടാതെ അത് പുള്ളിയെ ഷാഫ്റ്റിൽ സുരക്ഷിതമായി നിലനിർത്താനുള്ള മാർഗം നൽകുകയും ചെയ്യുന്നു. ആംസ് ഹബിനെയും റിമ്മിനെയും ദൃഢമായി യോജിപ്പിക്കുന്നു. ക്രൗണ്ട് ഫേസ് ഓഫ് പുള്ളി. ഫ്ലാറ്റ് ബെൽറ്റിലെ പുള്ളിയുടെ റിം സാധാരണ കോൺവെക്സ് ആയിട്ടാണ് നിർമ്മിക്കുന്നത്. ഇതിനെയാണ് പുള്ളിയുടെ ക്രൗണ്ട് ഫേസ് എന്ന് പറയുന്നത്. ഊരിപ്പോരാൻ ഒരു നേരിയ ടെൻഡൻസി ഉണ്ടെങ്കിൽ പോലും ക്രൗൺ ഫേസ്ഡ് പുള്ളി ബെൽറ്റിനെ കേന്ദ്രീകൃതമായി നിലനിർത്തിക്കോളും. ഫാസ്റ്റ് പുള്ളിയിൽ നിന്ന് ലൂസ് പുള്ളിയിലേക്ക് ബെൽറ്റിനെ മാറ്റുന്നത് വേഗത്തിലും എളുപ്പത്തിലുമായിരിക്കും. വി ഗ്രൂവ് പുള്ളി. ഈ പുള്ളികൾക്ക് വി ബെൽറ്റുകൾ വഹിക്കാൻ ഒന്നോ അതിലധികമോ വി ഗ്രൂവുകൾ ഉണ്ട്. ഇവിടെ കാണിച്ചിരിക്കുന്നത് 3 വി ഗ്രൂവുകൾ ഉള്ള ഒരു വി ബെൽറ്റ് പുള്ളിയുടെ ചിത്രമാണ്. മെഷീൻ ടൂളുകളിൽ ചലനം കൈമാറുന്നതിന് ഈ പുള്ളികൾ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. ഫാസ്റ്റ് ആൻഡ് ലൂസ് പുള്ളി. ഒരു കീ അല്ലെങ്കിൽ ഗ്രബ് സ്ക്രൂ ഉപയോഗിച്ചാണ് പുള്ളികൾ സാധാരണയായി അവയുടെ ഷാഫ്റ്റുകളിൽ ഉറപ്പിക്കപ്പെടുന്നത്. ഒരു ബെൽറ്റിൻ്റെ സഹായത്താൽ ഡ്രൈവ് ചെയ്യുന്ന പുള്ളിയിൽ നിന്ന് ഡ്രൈവ് ചെയ്യപ്പെടുന്ന പുള്ളിയിലേക്കുള്ള റൊട്ടേഷൻ കൺവേ ചെയ്യുക എന്നതാണ് ഷാഫ്റ്റിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്ന പുള്ളിയുടെ പ്രവർത്തനം. ഇതിനെയാണ് ഫാസ്റ്റ് പുള്ളി എന്ന് വിളിക്കുന്നത്. ഒരു ജോഡി ഫാസ്റ്റ് പുള്ളികളോ ലൂസ് പുള്ളികളോ ഉപയോഗിച്ച് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഒരു മെഷീൻ പ്രവർത്തിപ്പിക്കാനോ നിർത്താനോ കഴിയുന്നതാണ്. ഈ പുള്ളികളുടെ ജോഡികൾ ഓപ്പറേറ്റ് ചെയ്യുന്ന മെഷീനിന് അടുത്തുള്ള കൗണ്ടർ ഷാഫ്റ്റിൽ ഘടിപ്പിച്ചിരിക്കുന്നു. പ്രധാന ഷാഫ്റ്റിൽ നിന്നുള്ള ഡ്രൈവിംഗ് ബെൽറ്റ് ഫാസ്റ്റ് പുള്ളിയിലായിരിക്കുമ്പോൾ കൗണ്ടർ ഷാഫ്റ്റ് ചലിക്കാൻ തുടങ്ങുന്നു. ഇനി നമുക്ക് പുള്ളിയുടെ ക്രൗൺ ഫേസിന്റെ വലിപ്പം എങ്ങനെ നിർണ്ണയിക്കാമെന്ന് ചർച്ച ചെയ്യാം. ബെൽറ്റ് ഡ്രൈവിനെ കൂടുതൽ കാര്യക്ഷമമായും സ്ഥിരമായും പ്രവർത്തിപ്പിക്കുന്ന 2 ടേപ്പേർഡ് അരികുകൾ ഉള്ളവയാണ് ക്രൗണ്ട് പുള്ളികൾ. കൂടുതൽ ഡ്രൈവുകൾ ഉപയോഗിക്കപ്പെടുമ്പോൾ സ്ഥിരതയും മെച്ചപ്പെടുന്നു. ഡ്രൈവ് ഒരു ഫ്ലാറ്റ് ഡ്രൈവ് ആകുമ്പോൾ ഒരു ക്രൗണ്ട് പുള്ളിയാണ് ഉപയോഗപ്പെടുത്തേണ്ടത്. പുള്ളിയിലെ ബെൽറ്റ് കൂടുതൽ സുസ്ഥിരമായി നിലനിർത്താനും പുള്ളി ചലിക്കുമ്പോൾ മധ്യഭാഗം അരികുകളിൽ നിന്ന് വഴുതി പോകാതിരിക്കാനും ഒരു ക്രൗണ്ട് പുള്ളി ഉപയോഗിക്കപ്പെടുന്നു. ഒരു ബെൽറ്റ് ട്രാക്കു ചെയ്യുന്നതിനുള്ള ഏറ്റവും സാധാരണമായ മാർഗം ബെൽറ്റ് സിസ്റ്റത്തിൽ 1 അതിലധികമോ പുള്ളികൾ ക്രൗൺ ചെയ്യുക എന്നതാണ്. ഫ്ലാറ്റ് പവർ ട്രാൻസ്മിഷൻ ബെൽറ്റുകൾക്കും 8 ഇഞ്ചോളം വരുന്ന ഇടുങ്ങിയ കൺവെയർ ബെൽറ്റുകൾക്കും ഒരു റേഡിയസ് ക്രൗൺ ഉപയോഗിക്കപ്പെടുന്നു. വീതി കൂടിയ കൺവെയർ ബെൽറ്റുകൾക്ക് ഒരു ട്രാപ്സോയിഡൽ ക്രൗൺ ആണ് പ്രയോഗിക്കപ്പെടുന്നത്.
ഫ്ലാറ്റ് ബെൽറ്റ് പുള്ളികൾക്കുള്ള റേഡിയസ് ക്രൗൺ സ്പെസിഫിക്കേഷൻസ്. ഒരു റേഡിയസ് ക്രൗൺ ഒരു ബെൽറ്റ് ട്രാക്ക് ചെയ്യുന്നതിനുള്ള മികച്ച മാർഗത്തെ പ്രതിനിധീകരിക്കുന്നു. ബെൽറ്റ് ട്രാക്ക് ചെയ്യാൻ വലിയ ക്രൗൺ ഹൈറ്റ് ആവശ്യമില്ല. മാത്രമല്ല, ചുവടെയുള്ള ചെറിയ അളവുകൾ കൂടുന്നത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. ഒന്നിലധികം പുള്ളികളുള്ള സിസ്റ്റത്തിൽ ഒരേ രീതിയിൽ തിരിയുന്ന പുള്ളികൾക്ക് ക്രൗൺ നൽകുക. ഏറ്റവും കുറഞ്ഞ പുള്ളി ഫേസിൻ്റെ വീതി WP = ബെൽറ്റ് വിഡ്ത്ത് × 1.1 + 0.5 ഇഞ്ച്. ബെൽറ്റിൻ്റെ പരമാവധി വീതി WB = പുള്ളി ഫേസ് വിഡ്ത്ത്, അതായത് WP -0.5 ഇഞ്ച് / 1.10. വിവിധ തരത്തിലുള്ള പുള്ളികളെ അവയുടെ ഉപയോഗങ്ങൾക്കനുസരിച്ച് എങ്ങനെ തിരിച്ചറിയാമെന്ന് ഇപ്പോൾ നാം പഠിച്ചു കഴിഞ്ഞു. വീഡിയോ കണ്ടതിന് നന്ദി. നല്ല ഒരു ദിവസം ആശംസിക്കുന്നു.